നമസ്കാരം. വില്ലേജ് ഇൻവെസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിക് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന വീഡിയോ സീരീസ് പുതിയ വീഡിയോയിൽ നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ പോകുന്നത് എന്താണ് ഫോക്കസ്ഡ് മ്യൂച്വൽ ഫണ്ട് എന്നതിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് ബേസിക് ഓഫ് ഷെയർ മാർക്കറ്റ് എന്ന വീഡിയോ സീരീസ് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്ലേലിസ്റ്റ് മുകളിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്താണ് ഫോക്കസ്ഡ് മ്യൂച്വൽ ഫണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നിലയിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ വിവിധ തരം സ്കീമുകളുണ്ട്. എല്ലാത്തിലും മിക്ക ഫണ്ടിലും മൾട്ടി ക്യാപ്പ് ആയിക്കോട്ടെ, ഫ്ലെക്സി ക്യാപ്പ് ആയിക്കോട്ടെ, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ട് ആയിക്കോട്ടെ, ലാർജ് ക്യാപ്പ് ആയിക്കോട്ടെ, ഏത് ഫണ്ട് എടുത്താലും മിക്ക ഫണ്ടുകളിലും ഒരു അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ അത് ഡിഫറെൻറ്റ് കമ്പനികളാണ് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളുടെ എണ്ണം തന്നെ നോക്കി കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ 50 100 120 കമ്പനികളിലെല്ലാം ഈ ഫണ്ട് ഹൗസുകൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇത്രത്തോളം ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫണ്ട് മാനേജ് സംബന്ധിച്ചോളം ഇത്ര കമ്പനികളെയും അനലൈസ് ചെയ്ത് അതിനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, ഈ ഇത്രയും കമ്പനികളെ അനലൈസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്കാണ്. അതേസമയം ഈ ഫോക്കസ് ഫണ്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 30 കമ്പനികളിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആ 30 കമ്പനികളുടെ ഷെയറുകൾ മാത്രം ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാക്സിമം നല്ല കമ്പനികൾ സെലക്ട് ചെയ്തിട്ട് കമ്പനികളുടെ എണ്ണം കുറച്ച് ഇക്വിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടാണ്. കമ്പനികളുടെ എണ്ണം കുറച്ച് അതിന് ആ 30 കമ്പനി മാത്രം ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം റിട്ടേൺ ഏതാണ് ബെഞ്ച് മാർക്ക്, ആ ബെഞ്ച് മാർക്കിനെ കാട്ടി മാക്സിമം റിട്ടേൺ നേടാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഫോക്കസ് ഫണ്ടിൽ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. മറ്റുള്ള ഫണ്ടുകളെ അപേക്ഷിച്ച് ഇതിൽ നമ്പർ ഓഫ് കമ്പനികളുടെ എണ്ണം കുറവായിരിക്കും. ഫോക്കസ് ഫണ്ട് ഉദാഹരണമാണ് HDFC ഫോക്കസ്ഡ് 30 ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ. അതിൻ്റെ 5 വർഷത്തെ 5 ഇയർ CAGR വരുന്നത് 25.39ആണ്. അതിൻ്റെ NAV വരുന്നത് 249.66. 100 രൂപ SIP മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 100 രൂപയാണ്. 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ഫണ്ട് സൈസ് 15,109 കോടി. അതിൽ ടോപ്പ് ഹോൾഡിംഗ് വരുന്നത് HDFC ബാങ്ക് 9.5%, ICICI ബാങ്ക് 9.5%, ആക്സിസ് ബാങ്ക് 8.52%, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി 4.55%, മാരുതി സുസുക്കി 4.4%, സിപ്ല 4.15%, കോട്ടക് മഹീന്ദ്ര ബാങ്ക് 3.93%, HCL ടെക്നോളജി 3.78%, ഭാരതി എയർടെൽ 3.77%, പെരുമാൾ ഫാർമ 3.77%. മൊത്തം ഇതിൽ സാധാരണ ഫോക്കസ് ഫണ്ട് 30 സ്റ്റോക്കാണ് ഫോക്കസ് ചെയ്യുക. ഇതിൽ 32 ഹോൾഡിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ഹോൾഡിംഗ് ഉള്ളത് 32 കാണിക്കണം, പക്ഷേ ഇതിൽ 30 ആ 2 എക്സ്ട്രാ വരുന്നത് സോവറിൻ ഗോൾഡ് ഏരിയയുടെ 0.34%. പിന്നെ ഭാരതി എയർടെലിൽ റൈറ്റ് ഇഷ്യൂ ആണ് 0.02 അതാണ് കാണിക്കുന്നത്. അപ്പോൾ 30 കമ്പനികളിലാണ് ഇതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്. ആ 2 എക്സ്ട്രാ കാണിക്കുന്നത് സോവറിൻ ഗോൾഡും ഭാരതി എയർടെൽ റൈറ്റ് ഇഷ്യൂൻ്റെയാണ്. എല്ലാ ഹോൾഡിംഗ് പറയുമ്പോൾ പിന്നെ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയർ, ബോഷ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഐഷർ മോട്ടോഴ്സ്, നെക്സസ് സെലക്ട്, അപ്പോളോ ഹോസ്പിറ്റൽ, അങ്ങനെ കുറേ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 32. ഹ്യുണ്ടായി മോട്ടോഴ്സ് വാങ്ങിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് പോയിൻറ്റ്. ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റെ IPO അടുത്ത കാലത്താണ് വന്നത്. 0.73% അവർ അത് ഹോൾഡിംഗ് ഉണ്ട്. ഇതിൽ മൊത്തം ഹോൾഡിംഗ് അനലൈസ് ചെയ്യുമ്പോൾ ഇക്വിറ്റിയിൽ 86.5%, ക്യാഷ് 10.1%, ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 0.3% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം സെക്ടർ വൈസ് ആകുമ്പോൾ ഫിനാൻഷ്യൽ 40.8%, അതർ 20.5%, ഹെൽത്ത് കെയർ 14.2%, ഓട്ടോമൊബൈൽ 14%, ടെക്നോളജി 5.3%, ഇൻഷുറൻസ് 5.3% അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്. ഇതിൻ്റെ ആൽഫ പറയുന്നത് 10.96. ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സുമായിട്ടുള്ള ഡിഫറൻ്റ് ആണ്. ഇത് ബെഞ്ച് മാർക്കിനും കാട്ടി 10.96% അപ്പിലാണ് കാണിക്കുന്നത്. അതിനെക്കാട്ടി ഗ്രോത്ത് ഇതിൽ ഉണ്ടായിട്ടുണ്ട് 10.96%. ബീറ്റ പറയുന്നത് 0.79. ബീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്
അതിൻ്റെ റിസ്ക് റേഷ്യോ കുറവാണ്, 0.79 ആണത്, കുറവാണ്. അതിൻ്റെ റിട്ടേൺ ആൻഡ് റാങ്കിങ് റിട്ടേൺ വരുന്നത് ഫണ്ട് റിട്ടേൺ വന്നിട്ട് 1 ഇയർ 33.6%, 3 ഇയർ 28%, 5 ഇയർ 25.4%. ആൾ ടൈം 2013 ഇത് ഫണ്ട് ലോഞ്ച് ചെയ്തത്. 16.5% റിട്ടേൺ ഇത്ര വർഷത്തിനിടയിൽ ഇതിൻ്റെ ആവറേജ് CAGR ഉള്ളത്. ഇതിന് പിയർ കമ്പാരിസൺ ചെയ്യുന്നത് JM ഫിനാൻസ് ഫ്ലെക്സി ക്യാപ്പായിട്ട് 3 വർഷത്തേക്ക് 30.2%. HDFC ബാങ്കിൻ്റെ 3 വർഷത്തെ പറയുമ്പോൾ 3 ഇയർ റിട്ടേൺ 28%. അതേസമയം JM ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് അത് 30.2. ഇതെന്താ ഫ്ലെക്സി ക്യാപ്പ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെക്സി ക്യാപ്പും ഫോക്കസ്ഡ് മ്യൂച്വൽ ഫണ്ട് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അതിൽ കൂടുതൽ ഫോക്കസ് ഫണ്ടിൽ 32% ഫണ്ടുകൾ മറ്റേ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുമെങ്കിൽ ഫ്ലെക്സി ക്യാപ്പിൽ കൂടുതൽ 50, 60, 70 കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. കൂടുതൽ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൊരു വ്യത്യാസമാണ്. പിന്നെ HDFC ഫ്ലെക്സി ക്യാപ്പുമായിട്ട് 26.8%, ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫ്ലെക്സി ക്യാപ്പിൽ 21.8%, 3 വർഷത്തെ CAGR. പാരിക് ഫ്ലെക്സി ക്യാപ്പ് 19.1, യൂണിയൻ ഫ്ലെക്സി ക്യാപ്പ് 17.1. 3 വർഷത്തെ CAGR ആണ് ഇതിൽ കാണിക്കുന്നത്. ഈ HDFCയുടെ CAGR ഫോക്കസ് ഫണ്ട് 3 വർഷത്തെ 28%. ഇത് മറ്റുള്ള കമ്പയർ ചെയ്യുമ്പോൾ JM ഫ്ലെക്സി ക്യാപ്പ് മാത്രമാണ് കൂടുതലുള്ളൂ, മറ്റുള്ളതെല്ലാം കുറവാണ്. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.6 ആണ്. എക്സിറ്റ് ലോഡ് 1%. റിഡീം വിത്തിൻ 1 വർഷത്തിനുള്ളിൽ റിഡീം ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ 1% എക്സിറ്റ് ലോഡ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ മാക്സിമം 3 വർഷം to 5 വർഷം ഹോൾഡ് ചെയ്യണതാണ് നല്ലത്. എന്താണ് ഫോക്കസ്ഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഫോക്കസ് ഫണ്ട് എന്നതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.